ഹായ്, ഹലോ, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പൊതുജനം കഴുതയല്ല സർ എന്ന ജനകീയ വാർത്താ മണിക്കൂറിലേക്ക്. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാൻ, അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ, അതിനുള്ള വാർത്താ മണിക്കൂറാണ് ഈ പരിപാടി. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഈ പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടിയിലൂടെ ഞങ്ങൾ പ്രേക്ഷകർക്ക് നൽകുന്നത്. നമുക്ക് തുടങ്ങാം. പൊതുജനം കഴുതയല്ല സർ. പൊതുജനം കഴുതയല്ല സാർ. കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ ഒരു ആശ്വാസമായി നിൽക്കുന്നത് കനത്ത പേമാരി ഇല്ല എന്നുള്ളതാണ്. ആ മഴ വിതച്ച നാശനഷ്ടങ്ങൾ, അതിൽ ദുരിതം പേറുന്ന ജനങ്ങളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ മുന്നിലുള്ള കാഴ്ചകളായി, നമ്മുടെ മുന്നിൽ വേദനകളായൊക്കെ അവരുണ്ട്. മഴ ശമിച്ച് മാനം തെളിഞ്ഞെങ്കിൽ ആലപ്പുഴയിൽ പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. നേരത്തെ തന്നെ പൊതുജനം കഴുതയല്ല സർ ഈ പരിപാടിയിൽ തന്നെ ആലപ്പുഴയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടായി മാറിയതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. എത്ര വലിയ മഴയുണ്ടായാലും ഒരു തുള്ളി വെള്ളം പോലും റോഡിൽ കയറില്ല എന്ന അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി സുധാകരന്റെ ഉറപ്പ് പാഴ്വാക്കായി എന്നതാണ് ആലപ്പുഴക്കാരുടെ അനുഭവം. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുന്നു. പ്രളയാനന്തരം നിർമ്മിച്ച റോഡിൽ വെള്ളം കയറില്ല എന്ന വാഗ്ദാനം ലംഘിച്ച സർക്കാരിനെതിരെ ഇപ്പോൾ പ്രതിഷേധത്തിലാണ് ജനങ്ങൾ. ആലപ്പുഴയിലെ ജനങ്ങൾക്ക് ഈ വെള്ളക്കെട്ടുന്നത് ഒരു തീരാ ദുരിതമായി മാറിയിരിക്കുന്നു. അതാണ് അവരുടെ നിലവിലെ അവസ്ഥയും സാഹചര്യവും. റിപ്പോർട്ട് കാണാം. ിലെ പ്രളയാനന്തരം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട പദ്ധതികളൊന്നായിരുന്നു AC റോഡ്. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച AC റോഡിന്റെ ദുരിതക്കഥ മാറുന്നില്ല എന്നതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. ലെ പ്രളയത്തിന് ശേഷം റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിച്ച പ്രധാന റോഡുകളിലൊന്നാണ് AC റോഡ്. 671.66 കോടി രൂപ ചിലവാക്കിയായിരുന്നു നിർമ്മാണം. റോഡിലെ വലിയ പാലങ്ങളുടെയും മേൽപ്പാലങ്ങളും ഉൾപ്പെടെ ചേർത്ത് സെമി എലവേറ്റഡ് ഹൈവേ എന്നതാണ് പദ്ധതിയുടെ പൂർണ്ണ രൂപം. എത്ര വലിയ മഴയുണ്ടായാലും ഒരിറ്റ് വെള്ളം പോലും റോഡിൽ കയറില്ല എന്നതായിരുന്നു അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ നൽകിയ ഉറപ്പ്. കാലവർഷം മൂലം പെയ്ത മഴയുടെ ശക്തി കുറഞ്ഞിട്ടും AC റോഡിലെ വെള്ളക്കെട്ട് തുടരുകയാണ്. സർക്കാർ വാഗ്ദാനം ലംഘിച്ചു എന്നാരോപിച്ച് പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി. വള്ളവുമായാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. പ്രളയത്തിന് ശേഷം പ്രളയത്തിനെക്കാട്ടിൽ അന്നുണ്ടായിരുന്ന വാട്ടർ ലെവലിനെക്കാട്ടിൽ ഉയർത്തി നിർമ്മിച്ച റോഡാണെന്നാണ് അവകാശപ്പെട്ടത്. എന്നിട്ടും 2 വർഷം മുന്നേ വെള്ളം കയറിയപ്പോൾ ഞങ്ങൾ സമരമായിട്ട് രംഗത്ത് വന്നപ്പോൾ പത്രപ്രസ്താവന നടത്തി ഇനിയൊരിക്കലും വെള്ളം കയറിയില്ലെന്ന് പറയും. പക്ഷെ വീണ്ടും ഇത്തവണ വെള്ളം കയറി. ഇത്രയും വലിയ തുക ഈ കുട്ടനാട്ടിൽ കൊണ്ടുവന്ന് ചെലവഴിച്ചിട്ട് അതിന്റെ യാതൊരു പ്രയോജനവും ഈ AC റോഡിനെ കൊണ്ട് കുട്ടനാട്ടുകാർക്കോ ഇതുവഴി യാത്ര ചെയ്യുന്നവർക്കോ ഇല്ല. സെമി എലിവേറ്റഡ് ഹൈവേ എന്ന പേരിൽ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ഈ എലിവേറ്റഡ് ഹൈവേ അത് താഴ്ന്ന പ്രദേശങ്ങളിൽ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും നാട്ടുകാരും മറ്റ് ജനപ്രതിനിധികൾക്ക് ആവശ്യപ്പെട്ടിട്ടും ഇത് നടപ്പിലാക്കുവാൻ ഇവിടുത്തെ ഈ ഊരാളുങ്കൽ സൊസൈറ്റി ഇതുമായി ബന്ധപ്പെട്ട ആളുകളും തയ്യാറായില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. AC റോഡിന് സമീപത്തായുള്ള കുട്ടനാട് താലൂക്കിലെ സർക്കാർ സ്ഥാപനങ്ങളും വെള്ളത്തിനടിയിലാണ്. പദ്ധതിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉടൻ പരിഹരിക്കാമെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ വിശദീകരണം. തോട്ടപ്പള്ളി പൊഴിമുറയ്ക്കൽ വൈകുന്നതിനെ തുടർന്നും പുറംബണ്ട് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനെ തുടർന്നും വെള്ളക്കെട്ടിന് ഇതുവരെയും പ്രദേശത്ത് കുറവുണ്ടായിട്ടില്ല. സർക്കാർ ഉദ്യോഗസ്ഥരൊന്നും ഇവിടെ താമസമൊന്നും ഇല്ലല്ലോ. ഇത് എല്ലാ വർഷവും ഉള്ളതാണ്. പക്ഷേ ഈ പ്രാവശ്യം ഇമ്മീഡിയറ്റ് ആയിട്ട് 3 ദിവസം കൊണ്ട് വെള്ളം പെട്ടെന്ന് കയറി. MLA-മാരുണ്ട്, മന്ത്രിമാരുണ്ട്, അവർക്ക് അവരുടെ കാര്യം. പൊതുജനങ്ങളെ നോക്കുന്നില്ലല്ലോ. ഇത് കണ്ട് ഇത് പണിത റോഡാണ്. അവർക്ക് പണിതപ്പോൾ പൊക്കെ ഇട്ടായ ആൾക്കാർക്ക് ഇത്ര ബുദ്ധിമുട്ട് വരുമോ? ജനങ്ങൾ വെറും മണ്ടന്മാരെന്നേ ഞാൻ പറയുന്നത്. എത്ര വലിയ മഴയുണ്ടെങ്കിലും ഒരിറ്റ് പോലും വെള്ളം റോഡിലേക്ക് കയറില്ല എന്നതായിരുന്നു AC റോഡിനെ പറ്റി LDF സർക്കാർ പറഞ്ഞ ഉറപ്പ്. പക്ഷെ അതങ്ങനെയല്ല എന്നതിന്റെ നേർസാക്ഷ്യമാണ് കണ്ടത്. പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്.
നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രദേശവാസികളടക്കം സമരം ചെയ്യാനുള്ള തീരുമാനവുമുണ്ട്. എത്രയും പെട്ടെന്ന് നടപടികൾ ഉണ്ടാകണമെന്നും ഇവർ പറയുന്നു. ആലപ്പുഴയിൽ നിന്നും ഷിബിൻ ബഷീറിനൊപ്പം YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്, AC റോഡ്, അത് ഇപ്പോൾ ഒരു തോടായി മാറിയിട്ടുണ്ട്. എത്ര മഴ പെയ്താലും വെള്ളം കയറില്ല എന്ന സർക്കാർ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് അതെങ്ങനെ ഈ വെള്ളത്തിൽ ഒലിച്ചുപോയി എന്നാണ് നമ്മൾ കണ്ടത്. വികസനം എന്നത് അട്ടിക്കട്ടിക്കായി ആ അതിവേഗ പാതയും വലിയ മേൽപ്പാലങ്ങളും ഉണ്ടാകുന്നതില്ല. സാധാരണക്കാർക്ക് നേരിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, അതാണ് ആദ്യം വേണ്ടത്. നല്ല റോഡുകൾ പണിയുക, വെള്ളക്കെട്ടുണ്ടാകാതെ നോക്കുക, ആളുകൾക്ക് സമാധാനത്തോടും സുരക്ഷിതത്വത്തോടും സന്തോഷത്തോടും കൂടി സ്വന്തം വീട്ടിൽ കഴിയാൻ പറ്റുക. ഇതൊക്കെയാണ് ഏറ്റവും മിനിമം ഒരു ഭരണകൂടം ജനങ്ങൾക്ക് ഉറപ്പുവരുത്തേണ്ട കാര്യം. അതല്ലാതെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞതുകൊണ്ടോ അതിൽ വലിയ അവകാശവാദങ്ങൾ ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും ഉന്നയിച്ചതുകൊണ്ടോ കാര്യമില്ല. ജനത്തിന് നേരിട്ട് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതിനൊക്കെ സാക്ഷ്യം പറയും. അതുകൊണ്ടാണ് ഈ വാക്ക് പാലിക്കാത്തതിനെ എതിരായിട്ടുള്ള ജനരോഷം ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ജനം ഇപ്പോൾ പറഞ്ഞത്, ഇവിടെ മന്ത്രിമാരില്ല, ഇവിടെ ഉന്നത ഉദ്യോഗസ്ഥർ താമസിക്കുന്നില്ല, അവരാരും തന്നെ ഇത് കാണുന്നുമില്ല, അതുകൊണ്ട് ജനങ്ങൾ എപ്പോഴും മണ്ടന്മാരായി മാറുന്നു എന്ന് ഇതിൽ പൊതുജനങ്ങളിൽ ഒരാൾ പ്രതികരിച്ചത് അതുകൊണ്ടാണ്. ഇതെങ്കിലും സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കും എന്ന് നമുക്ക് കരുതാം. എല്ലാ മഴക്കാലത്തെയും സ്ഥിതി ഇത് തന്നെയാണ്. ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ട്, എന്നിട്ടും വെള്ളക്കെട്ടിന് ഒരു മാറ്റവുമില്ല. അപ്പോൾ മഴ ഇനി കനത്താൽ, അതായത് ശക്തമായ മഴയുണ്ടായാലുള്ള സ്ഥിതി എന്തായിരിക്കും? ഇതാണ് പ്രദേശവാസികളുടെ ഇപ്പോഴത്തെ ആശങ്ക. അവർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, പ്രതികരിക്കാനുണ്ട്. അതിലേക്ക് വാഹന സൗകര്യം നന്നായിട്ടുണ്ടായാൽ കുഴപ്പമില്ല. ബാക്കിയൊക്കെ നമുക്ക് അത്രയ്ക്ക് പ്രശ്നമില്ല. ഈ റോഡിലൊക്കെ ഇത്തിലൂടെയൊക്കെ റോഡൊക്കെ പൊക്കിയാൽ മതിയായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടുള്ള റോഡ്, തട്ടാശ്ശേരിക്കുള്ള റോഡൊക്കെ ഈ കണ്ട പാടത്തിന് നടുക്കൂടൊക്കെ പോകുന്നത്, കുട്ടനാടിന്റെ സ്വഭാവം അതല്ലേ, താഴ്ച പ്രദേശമല്ലേ. ഞങ്ങളുടെ ചമ്പക്കുളത്താണ് താമസം. അവിടെ നിന്നും ഭയങ്കര ദുരിതമാണ് വെള്ളത്തിൽ വരാനൊക്കെ ആയിട്ട്. സബ് ട്രഷറി ആലപ്പുഴയിലേക്ക് മാറ്റി, അത് വെള്ളം കയറുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് വരാനൊക്കെ ബുദ്ധിമുട്ടല്ലേ, പൊതുജനങ്ങൾക്ക് ഉള്ളിൽ വരുന്നില്ലേ. അപ്പോൾ ഈ വെള്ളക്കെട്ടുണ്ടോ മാറ്റി? എന്തായാലും ഞങ്ങൾ ചമ്പക്കുളം പഞ്ചായത്തിന്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വേണ്ട രീതിയിൽ നന്നായിട്ട് ഇപ്പോഴും നീന്തി കയറി വരുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ നടക്കുന്നത്. ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മഴയാണ്. വളരെ പെട്ടെന്ന് 2012 നിന്നൊക്കെ ഇവിടെ ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് അയക്കുന്ന രൂപത്തിലുള്ള ഒരു ഇതാണ് വന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ ഈ വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയിട്ട് പോരൂക്കര സ്കൂളിൽ നല്ല മനോഹരമായിട്ടുള്ളൊരു ക്യാമ്പ്, മെഡിക്കൽ സംവിധാനം അടക്കം ഭക്ഷണം വസ്ത്രം അടക്കമുള്ള ക്യാമ്പ് ആദ്യമേ തന്നെ ആരംഭിച്ചിരുന്നു. നമ്മുടെ ദേശീയപാതയുടെ നിർമ്മാണ ഘട്ടത്തിലെ വിള്ളൽ, ആ പാതയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ, അതിലെ നിർമ്മാണത്തിലെ പാകപ്പിഴവുകൾ, ഇതൊക്കെ തന്നെ വലിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടിൽ തെളിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ആലപ്പുഴയിലെ AC റോഡ് ഇങ്ങനെ വെള്ളം കയറി തോടായി മാറിയിരിക്കുന്നത്. അബ്രഹാം തോമസ് എന്ന ഒരു പ്രേക്ഷകൻ, അദ്ദേഹം കുറിക്കുന്നത് മോട്ടോർ വാഹനങ്ങൾക്കും ജലഗതാഗതത്തിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന റോഡ് അല്ലെങ്കിൽ നാട് എന്ന് പരിഹാസ രൂപേണ അബ്രഹാം തോമസ് പറയുന്നു. അതുപോലെ തന്നെ ജോസ്ബിൻ ജോസഫ് പറയുന്നു, റോഡ് പണിയുടെ മറവിൽ കമ്മീഷൻ അടിക്കൽ നടക്കുന്നു എന്ന്. അങ്ങനെ പലരും ആർക്ക് വോട്ട് ചെയ്യാൻ സ്വാതന്ത്ര്യം, അവനവൻ്റെ ഇഷ്ടം പോലെ എന്തിന് സർക്കാർ ഇലക്ഷൻ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ അലവിയുടെ ഒരു പ്രതികരണം കാണുന്നുണ്ട്. ഏതായാലും പൊതുജനങ്ങൾക്ക് ഈ കാര്യങ്ങൾക്ക് അമർഷമുണ്ട്, അവർക്ക് അവരുടെ നിസ്സഹായതയുണ്ട്, അവരുടെ വേദനയുണ്ട്, അതിൻ്റെയൊക്കെ കണ്ണീര് കൂടിയാണ് ഈ വെള്ളക്കെട്ടായി മാറിയിരിക്കുന്ന റോഡുകൾ. പാലക്കാട് അട്ടപ്പാടിയിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി 150 കോടിയോളം രൂപ ചെലവിൽ നടപ്പാക്കിയ കുടിവെള്ള പൈപ്പ് പൊട്ടി. താവളം ഭാഗത്താണ് ഭവാനി പുഴയിൽ നിന്നും ട്രയൽ പമ്പിങ്ങിനിടെ ഇത് പൊട്ടിയത്. അട്ടപ്പാടിയിൽ ഇതിന്റെ ഭാഗമായുള്ള പ്രതിഷേധം ശക്തവുമാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധി ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീജിത്ത്, ജൽജീവൻ മിഷന്റെ ഭാഗമായിട്ടുള്ളതാണ് 150 കോടി രൂപയുടെ ചെലവിൽ നടപ്പാക്കിയ കുടിവെള്ള പൈപ്പ് ലൈൻ. ആ പൈപ്പ് ലൈൻ പൊട്ടാനിടയായ സാഹചര്യം എന്താണ്? ജനങ്ങളുടെ ജീവിതത്തെ ഇതെങ്ങനെ ബാധിച്ചിട്ടുണ്ട്? അവരെന്താണ് പറയുന്നത്? ഗോപി GK, ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ജൽജീവൻ മിഷന്റെ ഭാഗത്തുനിന്നോ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ആ പൈപ്പ് പൊട്ടി വരുന്ന ദൃശ്യങ്ങളാണ്. അത് വളരെ സങ്കടപ്പെടുത്തുന്നതാണ്. ഈ മഴക്കാലത്തടക്കം അമിതമായ തോതിൽ വെള്ളം ഇതിലേക്ക് അടിച്ചു കയറ്റിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഭവാനി പുഴയിൽ നിന്നാണ്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ആ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ആളുകൾ വലിയ പ്രതിഷേധം ഈ ഒരു ഘട്ടത്തിലുണ്ട്. ആ മേഖലയിൽ അട്ടപ്പാടി, താവളം, അഗളി അടക്കമുള്ള പല മേഖലകളിലേക്ക്
വീടുകളിലേക്കും കുടിവെള്ളം വിതരണം ചെയ്തതിനായാണ് ഈ പൈപ്പ് ഇത്തരത്തിൽ സ്ഥാപിച്ചത്. ട്രയൽ റണ്ണിന്റെ ഭാഗമായി ഇതെല്ലാം സംഭവിക്കുമെന്ന അധികൃതർ ഒരു അനൌദ്യോഗിക വിശദീകരണം നൽകുന്നുണ്ടെങ്കിലും ആ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നൊരു ആവശ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ നാട്ടുകാർ നടത്തുന്നത്. വേനൽക്കാലത്ത് കടുത്ത വേനൽ കഴിഞ്ഞ് പോയതേ ഉള്ളൂ. ഇനി അടുത്ത വേനൽക്കാലത്തെങ്കിലും കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് വെള്ളം ലഭിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പൈപ്പ് പൊട്ടലും മറ്റു തകരാറുകളും ഒന്നും ഇല്ലാതിരിക്കണം. അതിനുവേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വലിയ പ്രതിഷേധമുണ്ട്. കോടികൾ മുടക്കിയാണ് ഇത്തരത്തിൽ ജൽജീവൻ മിഷന്റെ പൈപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. അതിങ്ങനെ പമ്പ് ട്രയൽ റൺ നടക്കുമ്പോഴേക്കും പൊട്ടിപ്പോകുന്നുവെന്ന ആക്ഷേപം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങൾ സങ്കടപ്പെടുത്തുന്നതാണ്. അല്ലെങ്കിൽ വെള്ളച്ചാട്ടം പോലെ അല്ലെങ്കിൽ വെള്ളം ചീറ്റി പുറത്തേക്ക് വരുന്നത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ജി.കെ. ശരി, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. പലരും അവരുടെ അഭിപ്രായങ്ങൾ ഈ കാര്യങ്ങളിൽ കുറിക്കുന്നുണ്ട്. സ്ഥിരമായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു പ്രേക്ഷകയാണ് സീന മുഹമ്മദ്. സീന പറയുന്നു, ഓരോ പ്രദേശത്തെയും സ്വഭാവം അനുസരിച്ച് വേണം അവിടെ വികസനം കൊണ്ടുവരാൻ. അല്ലാതെ ചെയ്താൽ ജനങ്ങൾക്ക് ഉപകാരത്തിന് പകരം ഉപദ്രവമായി മാറും പല വികസനവും എന്നത്. സീന, ഇത് എല്ലാ വികസിത രാജ്യങ്ങളിലെയും ഒരു സാമാന്യ തത്വമാണ്, ഒരു പൊതു തത്വമാണ്. വികസനം എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും നമ്മുടെ ജനജീവിതത്തിനുമൊക്കെ അനുസൃതമായിട്ടായിരിക്കണം. അതിൽ വലിയ അന്വേഷണവും പരിശോധനകളും വിദഗ്ധരുടെ അഭിപ്രായങ്ങളും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ടായിരിക്കണം വികസനത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഉണ്ടാകേണ്ടത്, അത് ആസൂത്രണം ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ തലതിരിഞ്ഞ വികസനമാകും അതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ജനങ്ങളും. പൊതുജനം ആ ഘട്ടങ്ങളിൽ കഴുതയായി മാറുമോ എന്ന് പോലും നമുക്ക് തോന്നും. ഏതായാലും ഇങ്ങനത്തെ സംഭവങ്ങൾ ധാരാളം ഉണ്ടാകുന്നുണ്ട് നമുക്ക് ചുറ്റും. പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം പാളയം മാർക്കറ്റ് പൊളിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. നേരത്തെ തന്നെ ഈ കാര്യങ്ങളിൽ പ്രതിഷേധം ഉണ്ടായിരുന്നതാണ്. താൽക്കാലികമായി ഒരുക്കിയ കെട്ടിട സമുച്ചയത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നതാണ് കടയുടമകൾ ആരോപിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ പ്രതിഷേധമുള്ളതും. കടകൾ ഒഴിപ്പിക്കാനെത്തിയ നഗരസഭാ ഉദ്യോഗസ്ഥർക്ക് പോലീസ് സംരക്ഷണം ഒരുക്കേണ്ട സാഹചര്യവും ഉണ്ടായി. ആ റിപ്പോർട്ടിലേക്ക്. പാളയം കണ്ണിമേറ മാർക്കറ്റിന്റെ പുനർനിർമ്മാണത്തിനായി വ്യാപാരികളെല്ലാം താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറണമെന്നായിരുന്നു കോർപ്പറേഷന്റെ അന്ത്യശാസനം. എന്നാൽ മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു. പക്ഷേ ഇന്ന് ഈ വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കാൻ കോർപ്പറേഷൻ അധികൃതർ എത്തിയതോടെയാണ് വലിയ പ്രതിഷേധം പാളയം മാർക്കറ്റിലുണ്ടായത്. കോർപ്പറേഷൻ സെക്രട്ടറി നീതി പാലിക്കുക. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. സെക്രട്ടറി നീതി പാലിക്കുക. മാലിന്യക്കൂനയും ദുർഗന്ധവും പാളയം കണ്ണിമേറ മാർക്കറ്റിന്റെ ശാപമാണ്. ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി നിലവിലെ മാർക്കറ്റ് പൊളിച്ച ബഹുനില കെട്ടിടം നിർമ്മിക്കാനുള്ള പദ്ധതി നഗരസഭ തയ്യാറാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി വ്യാപാരികൾക്ക് താൽക്കാലിക കടമുറികളും നിർമ്മിച്ചു നൽകി. എന്നാൽ ഇവിടേക്ക് മാറാൻ കച്ചവടക്കാർ തയ്യാറായില്ല. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതാണ് കാരണമായി വ്യാപാരികൾ പറയുന്നത്. മതിയായ സൗകര്യമില്ല. എല്ലാം വായു സഞ്ചാരം ഒന്നുമില്ലാതെ ഒരു ബിൽഡിംഗ് കെട്ടിയിട്ട് അതിനടുത്ത് തന്നെ ഒരു 1 മീറ്റർ ഡിസ്റ്റൻസിൽ 6000-ഓളം ടൺ വേസ്റ്റ് അതിൻ്റെ മേളിൽ കിടക്കുന്നു, അതിനടുത്ത് കിടക്കുന്നുണ്ട്. ആ വേസ്റ്റ് മാറ്റി കൊടുക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കേൾക്കാതെയാണ് ഞങ്ങളെ ഇപ്പോൾ ബലാത്കാരമായിട്ട് അങ്ങോട്ട് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ 10 വരെ കടമുറികൾ ഒഴിപ്പിക്കരുതെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. ഇതിന് പിന്നാലെ കടമുറികൾ ഒഴിപ്പിക്കാനെത്തിയ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ വ്യാപാരികൾ തടഞ്ഞു. പോലീസ് സംരക്ഷണത്തിലാണ് കടമുറികൾ നഗരസഭ ഒഴിപ്പിച്ചത്. ഇത്രയും വേസ്റ്റ് ഇവിടെ കിടക്കുമ്പോഴത്തേക്കും മനുഷ്യന്റെ വേസ്റ്റ് നാറും പോലെ ലെവലിൽ പച്ചയായിട്ട് നാറുന്നുണ്ട്. ഇത്രയും നാറ്റം കണ്ടിട്ടും ഞങ്ങൾ അവിടെ പോകണമെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ആരെങ്കിലും വരണ്ടേ? ഭയങ്കര സ്മെല്ലാണ്. അത് മാറ്റാൻ പറഞ്ഞിട്ട് പോലും ഇതൊരിക്കലും മാറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങൾ എങ്ങോട്ട് അങ്ങ് പോണത്? കട കൊള്ളയടിക്കണേന് സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പണ്ട് ഈ തീവെപ്പും കൊള്ളിവെപ്പും നടന്ന ഒരു സമയത്ത് കടകൾ ഏത് രീതിയിലാണോ കച്ചവടക്കാരെ ദ്രോഹിച്ചത് അതേ ലെവലിൽ ഇപ്പം കോർപ്പറേഷൻ അധികാരികളും പോലീസുകാരും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 301 കടക്കാരെയാണ് നിലവിലെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കുന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കണ്ണിമേറ മാർക്കറ്റ് നവീകരിക്കുന്നത്. 3 ബ്ലോക്കുകളിലായി 3 നില കെട്ടിടങ്ങളാണ് താൽക്കാലിക കെട്ടിട സമുച്ചയത്തിലുള്ളത്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഇത്ര പ്രാധാന്യമുള്ളതാണ് പാളയത്തെ കണ്ണിമേറ മാർക്കറ്റ്. അവിടെ നിന്നും ഈ ജീവനക്കാരെ തൊഴിലാളികളെ ഒഴിപ്പിക്കുന്നത് അവർക്ക് മതിയായ രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടായിരിക്കണം. നേരത്തെ തന്നെ ഈ കാര്യത്തിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായതാണ്. ഇപ്പോൾ അത് പ്രതിഷേധം കുറെ കൂടി കനക്കുന്നു എന്നതാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഉള്ളവർക്കും അവരുടെ ആൾക്കാർക്കും ഗ്രൗണ്ട് ഫ്ലോറിൽ എല്ലായിടത്തും കടകൾ അനുവദിച്ചു. അവരുടെ ആൾക്കാരാണ് ഇപ്പോൾ താഴെ ഇരിക്കുന്നവരെല്ലാം.
പോയിട്ട് ഞങ്ങൾക്ക് കടകളെല്ലാം മൂന്നാമത്തെ നാലാമത്തെ നിലയിൽ. ഈ തേങ്ങ വാങ്ങിക്കാനും സാധനം മേടിക്കുന്ന ആൾക്കാർ എങ്ങനെ കയറി വരും? ഭൂരിപക്ഷം 90% കടക്കാർ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് തന്ന വഴിയിലാണ് ഈ മീൻ കച്ചവട ബാക്കികളും ചെളിയും വെള്ളമായിട്ട്. അപ്പോൾ അതിനകത്ത് കയറാൻ പോലും ഒരു മാർഗ്ഗമില്ലാത്ത രീതിയിൽ ഇപ്പോഴത്തെ നമ്മുടെ സെക്രട്ടറി ചെയ്തു വെച്ചു. നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ സ്റ്റേ വയ്ക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ അപ്പുറത്തോട്ട് മാറ്റണത് എല്ലാ പുനരധിവാസത്തിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് അങ്ങോട്ട് മാറ്റണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ സ്റ്റേ കോടതി തരേണ്ട ആവശ്യമില്ല, ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. പാലക്കാട് മരുത റോഡ് പ്രതിഭാ നഗറിൽ തെരുവുനായ ആക്രമണത്തിൽ 4 വയസ്സുകാരന് പരിക്കുപറ്റി. ആലത്തൂർ സ്വദേശി അയാനാണ് പരിക്കേറ്റത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ ഒരു കൂട്ടം നായ്ക്കളെത്തി ആക്രമിക്കുകയായിരുന്നു. പാലക്കാട്ട് നിന്ന് ശ്രീജിത്ത് ശിവകുമാരനുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്രീജിത്ത്, പ്രതിഭാ നഗറിലെ തെരുവുനായ ആക്രമണം അത് എങ്ങനെയാണ് സംഭവിച്ചത്? 4 വയസ്സുകാരൻ്റെ പരിക്ക് അത് ഗുരുതരമാണോ? എന്താണ് നമുക്ക് കിട്ടുന്ന വിവരം? ഈ പ്രതിഭാ നഗറിൽ സ്ഥിരമായി ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം ഉണ്ടാവുകയാണ്. ഇതിനു മുൻപ് ഏതാണ്ടൊരു 20-25 ദിവസങ്ങൾക്ക് മുൻപാണ് പ്രതിഭാ നഗറിൽ ഒരു 4ാം ക്ലാസ്സുകാരനെ ഇത്തരത്തിൽ തെരുവുനായ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നമ്മൾ വാർത്തയായി നൽകിയിരുന്നു. അത് ഗുരുതരമായ രീതിയിൽ മുഖത്തടക്കം കടിക്കുന്ന തരത്തിലേക്ക്, ആക്രമിക്കുന്ന തരത്തിലേക്ക് പോയിരുന്നു. ഇതിപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇവിടെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മരുത റോഡ് സ്വദേശി അയൻ. എന്തായാലും ഈ 4 വയസ്സുകാരൻ ഒരു ബന്ധു വീട്ടിലേക്ക് വിരുന്ന് വന്നാണ്. മറ്റു കുട്ടികളും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പൊടുന്നനെ തെരുവുനായ അന്ന് ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. വീട്ടുകാർ ഈ ബഹളം കേട്ട് ഉടൻ തന്നെ എത്തിയതോടുകൂടി തെരുവുനായ ഓടിപ്പോവുകയായിരുന്നു. ശേഷം കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഞ്ചായത്ത് അധികാരികളടക്കം പറയുന്നത് പ്രദേശത്ത് ഇത്തരത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നുണ്ട്. അത് തൊട്ടപ്പുറത്തെ മേഖലയിലാണ്. പക്ഷേ അവിടെ നിന്നും വരുന്ന തെരുവുനായ്ക്കൾ ഈ പ്രതിഭാ നഗറിൽ തമ്പടിക്കുന്നുവെന്ന ആക്ഷേപമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമുണ്ട്. 4 വയസ്സുകാരന്റെ മുഖത്തും അതുപോലെ കൈക്കുമൊക്കെ കാര്യമായ രീതിയിലുള്ള പരിക്കേറ്റിട്ടുണ്ട്. വാക്സിൻ എല്ലാം നൽകിയിട്ടുണ്ട്. തുടർ നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്തിനോട് ഇതിനകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി, ശ്രീജിത്ത് ശിവകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. ഈ പ്രദേശത്ത് തെരുവുനായ ആക്രമണം കൂടുതലാണ്. ഇതിനു മുൻപും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ശ്രീജിത്ത് ശിവകുമാരൻ പാലക്കാട്ട് നിന്ന് നമ്മളോട് റിപ്പോർട്ട് ചെയ്യുന്നത്. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിൽ ലക്ഷണങ്ങളുണ്ടെങ്കിൽ പരിശോധന കർശനമായി നടത്തണം എന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ആശുപത്രിക്കാണ് ആരോഗ്യവകുപ്പ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാറുണ്ട്. ഷഫീദ്, രാജ്യത്ത് തന്നെ കോവിഡ് കേസുകൾ വർദ്ധിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിലാണ്. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കോവിഡ് പരിശോധന വീണ്ടും കർശനമാക്കാനുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്? ഏതൊക്കെ സാഹചര്യങ്ങളിലായിരിക്കും കോവിഡ് പരിശോധന നടത്തുക? എന്താണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശത്തിന്റെ ഉള്ളടക്കം? കേരളത്തിൽ നിലവിൽ ഇപ്പോൾ 1416 ആക്റ്റീവ് കോവിഡ് കേസുകളാണ് ഉള്ളത്. ജനുവരി വരെ 9 കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. നിലവിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തലനുസരിച്ച് വിദേശ രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ JN കോവിഡ് ലക്ഷണങ്ങളുമായി എത്തുന്ന രോഗികൾക്ക് കോവിഡ് പരിശോധന നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ പരിശോധനകൾ കർശനമാക്കിയിരിക്കുന്നത്. ഒമിക്രോൺ വകഭേദമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. വലിയ ആശങ്കയുടെ സാഹചര്യം നിലനിൽക്കുന്നില്ല. അതേസമയം തന്നെ പരിശോധനകൾ കർശനമാക്കാനും കൃത്യമായി അത് റിപ്പോർട്ട് ചെയ്യാനുമുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ആശുപത്രികൾക്ക് നൽകിയിരിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഷഫീദ് റാവുത്തർ, ചെറിയ ചില സാങ്കേതിക പ്രശ്നം കാരണം ഷഫീദിന്റെ റിപ്പോർട്ട് നമുക്ക് പൂർണ്ണമായി കേൾക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും അടുത്ത ബുള്ളറ്റിനിൽ ഷഫീദിന്റെ പൂർണ്ണമായ വിവരങ്ങളുമായി നമുക്കൊപ്പം തുടരും. ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ കാസർഗോഡ് ചാലിങ്കാലിൽ നിന്ന് അനുമതിയില്ലാതെ മണ്ണ് കടത്തിയ സംഭവത്തിൽ നിർമ്മാണ കമ്പനിയായ മേഘയ്ക്ക് ജിയോളജി വകുപ്പ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ട് പ്രയോജനമില്ല എന്നാണ് നാട്ടുകാരുടെ ഭാഷ്യം. കുഴി പൂർണ്ണമായും മൂടും വരെ പ്രതിഷേധമുണ്ടാകും എന്നതാണ് അവരുടെ നിലപാട്. അരുൺ പാറയ്ക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ ചാലിങ്കാലിലാണ് മേഘ കൺസ്ട്രക്ഷൻ കമ്പനി വലിയൊരു ജലബോംബ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ 2 ഏക്കർ 80 സെൻറ്റ് സ്ഥലത്തെ മണ്ണ് മുഴുവൻ കമ്പനി നീക്കം ചെയ്തു എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മണ്ണ് എങ്ങോട്ടാണ് കമ്പനി കൊണ്ടുപോയത് എന്നതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള വ്യക്തതയുമില്ല. പുല്ലൂർ വില്ലേജ് ഓഫീസിൽ നിന്ന് കിലോമീറ്റർ, അതായത് ഏകദേശം അടുത്താണ് ഈ ഒരു മണ്ണെടുത്ത സ്ഥലമുള്ളത്, ഇത്രയും ആഴത്തിൽ മണ്ണെടുത്ത സ്ഥലമുള്ളത്. പക്ഷേ വില്ലേജ് ഓഫീസറുടെ മൂക്കിന് കീഴേ ഇങ്ങനെ മണ്ണെടുത്ത് ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടും റവന്യൂ അധികൃതർ ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. ജനങ്ങളാണ് ഒടുവിൽ ഇത് കണ്ടുപിടിച്ചത്. ഈ സ്ഥലത്തേക്ക് പ്രവേശനമില്ലായിരുന്നു. ജിയോളജി വകുപ്പ് കമ്പനിക്ക് പിഴ ചുമത്തിയിട്ടുണ്ട്. കാരണം കാണിക്കൽ നോട്ടീസ് നൽകി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം പരിഹാരമാവില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇനി എന്താണ്, നിങ്ങൾ തുടർ സമരത്തിലേക്ക് പോവുകയാണോ? ശരിക്കും നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിൻ്റെ മറവിൽ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയാവുന്ന രീതിയിലുള്ള ഖനനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. തീർച്ചയായും ഇതൊരു പ്രതിഷേധാർഹമാണ്. ഈ നിലവിൽ ഇവിടെ ഖനനം നടന്നത്
അത് പഴയ രീതിയിൽ തന്നെ പിന്നെ മാറ്റണം. അതായത് ഇത് ഫില്ല് ചെയ്യണം എന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഇത് ഫില്ല് ചെയ്തില്ലെങ്കിൽ പൂർവാധികം ശക്തിയോടെയുള്ള പ്രതിഷേധ പരിപാടിയുമായി നാട്ടുകാർ പോകുമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാം. ഇല്ല ഇത്രയും കാലം നമ്മൾ പിന്നെ ഇതിനകത്ത് ഒരുപാട് ആളുകൾ പിന്നെ വന്ന് ഹിന്ദിക്കാർ പണിക്കാർ വന്ന് പോകുന്നതല്ലാണ്ട് പിന്നെ ഫുൾ ടൈം ഇതിനകത്ത് നിന്ന് മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ലോറി കാരണം തൊട്ട് മുമ്പിലുള്ള വീടാണ്. മുഴുവൻ സമയം പൊടി കാരണം പിന്നെ കുട്ടികൾക്കുൾപ്പെടെ ഫുൾ ടൈം പിന്നെ പനി ഉൾപ്പെടെയുള്ള ഇതാണ്. പക്ഷേ എന്നിട്ട് പോലും നമ്മൾ ദേശീയപാതയുടെ വികസനമായതുകൊണ്ട് ഒരു തലത്തിലും ഇതിനെതിരെ പ്രതിഷേധമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ തൊട്ട് തൃശൂർ വടക്കേക്കാട്ട് നിന്നാണ്. വടക്കേക്കാട് യുവാക്കൾക്ക് വെട്ടേറ്റു എന്ന വാർത്ത വരുന്നു. വടക്കേക്കാട് സ്വദേശികളായ പ്രണവ്, റെനിൽ എന്നിവർക്കാണ് വെട്ടേറ്റത്. 4-ാം കല്ല് ഭാഗത്ത് വെച്ച് ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു എന്നതാണ് നമുക്ക് വരുന്ന റിപ്പോർട്ട്. പുന്നയൂർക്കുളം സ്വദേശി ഷിഫാനും മറ്റ് 2 പേരും ചേർന്നാണ് ആക്രമിച്ചത് എന്നതാണ് അറിയാൻ കഴിയുന്നത്. ആക്രമിച്ചവർക്കും വെട്ടേറ്റവർക്കുമെതിരെ നിരവധി ക്രിമിനൽ കേസുകളുണ്ടെന്ന് പോലീസ് പറയുന്നു. പരിക്കേറ്റ 2 പേരെയും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വടക്കേക്കാട് സ്വദേശികളായ പ്രണവ്, റെനിൽ എന്നിവർക്കാണ് വെട്ടേറ്റിരിക്കുന്നത്. ഇരുവരെയും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അത് എത്രത്തോളം ഗുരുതരമാണ് പരിക്കുകൾ എന്ന കാര്യം നമുക്ക് അറിയാനുണ്ട്. സൂരജ് സജി ഇതിന്റെ റിപ്പോർട്ടുകളുമായി നമ്മളോടൊപ്പം ചേരും. തുടർന്നുള്ള ബുള്ളറ്റിനുകളിൽ 4-ാം കല്ല് ഭാഗത്ത് വെച്ച് ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ തടഞ്ഞു നിർത്തി അക്രമികൾ ആക്രമിച്ചു എന്നതാണ് പോലീസ് നൽകുന്ന വിവരം. ഇനി നമുക്ക് നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഒരു ആവേശ ഫിനാലയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരിക്കും ക്രിക്കറ്റ് ആരാധകരെല്ലാം തന്നെ. പഞ്ചാബും ബംഗളൂരും തമ്മിലുള്ള പോരാട്ടം കനക്കുന്ന ഈ ഘട്ടത്തിലേക്ക്, ആ ഘട്ടത്തിൽ എല്ലാ പ്രേക്ഷകരുടെയും ആവേശത്തിനൊപ്പം 24ഉം അണിചേരുകയാണ്. നമുക്ക് ഒരു പ്രത്യേക പരിപാടിയിലേക്ക് കടക്കാം. അനിൽ വാസുദേവ് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു ആവേശ ഫിനാലയുമായി. കാണൂ. നമസ്കാരം.